Hi all. How to land your first job as a data analyst or data scientist? എല്ലാവരും ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ സയന്റിസ്റ്റ് എന്ന കോഴ്സ് പഠിക്കുന്നുണ്ട്. എങ്ങനെ ഈ ഒരു ജോബിലേക്ക് എത്താം, അല്ലെങ്കിൽ ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആ ഒരു സെനാരിയോയിൽ എങ്ങനെ ഈ ഒരു ഡേറ്റ അനലിസ്റ്റ് എന്നുള്ള പൊസിഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റേൺ ആയിട്ടുള്ള പൊസിഷനോ നമുക്ക് ജോലിയിലേക്ക് എത്താം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റെസ്യൂം ഒക്കെ പ്രിപ്പയർ ചെയ്ത് ജോബിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു രണ്ട് കാര്യമാണ്. അതായത് നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചിരിക്കണം. ഒരു കോഴ്സ് എടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ബൂട്ട് ക്യാമ്പ്സിൽ പങ്കെടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോജക്ട്സിൽ പങ്കെടുത്തിട്ടോ നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കണം. ഡേറ്റ അനലിസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഡേറ്റ അനാലിസിസ് എന്താണ്, ഡേറ്റ സയൻസ് പ്രോസസ്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇതിന് വേണ്ടിയിട്ടുള്ള സ്കിൽ സെറ്റ്, ഫൗണ്ടേഷണൽ സ്കിൽ സെറ്റ് ആയ SQL, പൈത്തൺ, അതുപോലെ തന്നെ പവർ BI അല്ലെങ്കിൽ എക്സൽ, അതുപോലെ തന്നെ ടാബ്ലൂ, ഇങ്ങനെയുള്ള സ്കിൽ സെറ്റ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്കിൽ സെറ്റ് ഉണ്ടായിരിക്കണം, കോഴ്സ് പഠിച്ചിരിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 5 പ്രോജക്ട്സ് എങ്കിലും ഇൻഡസ്ട്രി റെലവെന്റ് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ചെയ്തിരിക്കണം. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഒരു ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ, ഒരു ഹോസ്പിറ്റാലിറ്റി ഡൊമൈൻ എടുക്കുകയാണെങ്കിൽ, ആ ഹോസ്പിറ്റാലിറ്റി ഡൊമൈനിൽ നിങ്ങൾ ഈ ഒരു ഡാറ്റ അനാലിസിസ് കൊണ്ട് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡാറ്റ പ്രോബ്ലത്തെ നിങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു കേസ് സ്റ്റഡിയോ പ്രൊജക്റ്റോ കാര്യങ്ങളോ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ ഫസ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് റെസ്യൂം പ്രിപ്പറേഷൻ. റെസ്യൂമിൽ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ, ഒന്നാമത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, പിന്നെ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്. നിങ്ങൾ കോഴ്സ് ചെയ്ത സമയത്ത് ചെയ്ത പ്രൊജക്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് യൂട്യൂബിലൊക്കെ നോക്കി ചെയ്ത പ്രൊജക്ട്സ് ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊജക്ട്സ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഗിറ്റ് ഹബിലോ ആഡ് ചെയ്ത് വെച്ചതിന്റെ ലിങ്ക് നിങ്ങൾ ഈ ഒരു പോർട്ട്ഫോളിയോ സെക്ഷനിൽ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ റെസ്യൂമിൽ മെയിനായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സ്കിൽ സെറ്റ്. ഇപ്പോൾ റെലവെന്റ് ആയിട്ട് നമ്മളിപ്പോൾ ഫൗണ്ടേഷണൽ സ്കിൽസ് എല്ലാവർക്കും അറിയാം, SQL, പൈത്തൺ, അതുപോലെ തന്നെ എക്സൽ, പവർ BI, ടാബ്ലൂ, ഇങ്ങനെയുള്ള സ്കിൽസ് ഒക്കെ എല്ലാവർക്കും അറിയാം. ബട്ട് ഇന്നത്തെ ഇൻഡസ്ട്രി റെലവെന്റ് ആയിട്ട് നിങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങൾ, അപ്പോൾ ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ മെഷീൻ ലേണിംഗ് ആഡ് ചെയ്യുക. നിങ്ങൾ കോഴ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ മെഷീൻ ലേണിംഗ് അത്യാവശ്യം പഠിക്കുക. അപ്പോൾ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്കിൽ സെറ്റിൽ കൊണ്ടുവയ്ക്കുക. അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽസ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ ഒരു സ്കില്ലായിട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ്, അങ്ങനെയുള്ള സോഫ്റ്റ് സ്കില്ലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റെസ്യൂമിൽ ഉണ്ടായിരിക്കും. പിന്നീട് വരേണ്ട ഒരു സെക്ഷനാണ്, നിങ്ങളിപ്പോൾ ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളും ഉണ്ടാവില്ല. അതിലാണ് നിങ്ങൾ പ്രോജക്ട്സിന്റെ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടത്. പ്രോജക്ട്സ് ആഡ് ചെയ്യുക, അതായത് ഓരോ പ്രോജക്ട്സും ഇൻഡസ്ട്രി റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡൊമൈനിലെ ഒരു ഡാറ്റ പ്രോബ്ലത്തെ നിങ്ങൾ സോൾവ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഹെഡ്ലൈൻ ഇതാണ് ചെയ്യുന്നതെന്ന് നിങ്ങളുടെ റെസ്യൂമിൽ കൃത്യമായിട്ട് വിവരിക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ഇങ്ങനെ ഒരു ഡാറ്റ പ്രോബ്ലം എനിക്ക് കിട്ടി, ആ ഒരു ഡാറ്റ പ്രോബ്ലം ഞാൻ അനാലിസിസ് ചെയ്തിട്ട് ഇതിന് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തി എന്നുള്ള രീതിയിലുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓരോ പ്രൊജക്ടിന്റെ അണ്ടറിലും നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ, എക്സ്പീരിയൻസിന്റെ ഇന്ന കമ്പനിയിൽ ഞാനിങ്ങനെ വർക്ക് ചെയ്തു, ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള SQL ഡെവലപ്പറിനോ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ അനലിസ്റ്റെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മേഖലയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ പോലെ ചെയ്യാം. അതിനെ നിങ്ങളൊന്ന് ക്വാണ്ടിഫൈ ചെയ്യാം. ഞാൻ ഇന്ന് ഒരു വർക്ക് ചെയ്തു, ഇത്ര ശതമാനം കമ്പനിയുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ആയി. ഏതെങ്കിലും AI സിസ്റ്റം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിഫൈ ചെയ്ത് റെസ്യൂമും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. പിന്നീട് വേണ്ടതാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സെക്ഷൻ. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ പോലത്തെ എക്സാം എഴുതിയിട്ട് സർട്ടിഫിക്കേഷൻ കിട്ടി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ യൂഡെമി, കോഴ്സറ, ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് നിങ്ങൾ സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങൾ എൻട്രി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ചെയ്തതാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ സെക്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നിങ്ങൾ റെസ്യൂമിന്റെ കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്. മെയിനായിട്ട് നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ, സ്കിൽസ്, പ്രോജക്ട്സ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ്, പിന്നെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ റെസ്യൂമിൽ ഉണ്ടായിരിക്കും. അല്ലാതെ ഫോട്ടോ വെക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങളെ സെല്ല് ചെയ്യണം. അതായത് നിങ്ങൾ ഒരു കോഴ്സ് പഠിച്ചു, ഇനി നിങ്ങൾ ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള നിങ്ങളൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാനൊരു സ്റ്റാർട്ടപ്പ് പോലെയാണ്,
ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു, ഇനി ഇൻഡസ്ട്രി റെലവെന്റ് ആയിട്ട് എനിക്ക് സമൂഹത്തിന് അല്ലെങ്കിൽ ബിസിനസിന്റെ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റും, ഞാൻ അങ്ങനെയാണെന്നുള്ളതിനുള്ള ഒരു പ്രൂഫ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൂഫാണ് ഈ ഒരു റെസ്യൂമെ അല്ലെങ്കിൽ CV എന്ന് പറയുന്നത്. CV പൊതുവെ കവർ ലെറ്റർ ഇപ്പോൾ ആരും അങ്ങനെ യൂസ് ചെയ്ത് കാണാറില്ല. വളരെ കുറച്ച് കമ്പനീസിന് മാത്രമേ CV ആവശ്യമുള്ളൂ. ബാക്കി എല്ലാവരും റെസ്യൂമെയാണ് ആസ്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ റെസ്യൂമിൽ പ്രിപ്പയർ ചെയ്ത് ക്രോഡീകരിച്ച് ചെയ്തു വെക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഫൈൻഡിങ് എ ജോബ് ഇൻ ഡേറ്റ റോൾസ്. പിന്നെ റെസ്യൂം പ്രിപ്പറേഷനിൽ നിങ്ങൾ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂം നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ, അതായത് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് 1 പേജ് റെസ്യൂം ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ റെസ്യൂമിൽ ആഡ് ചെയ്യാൻ പറ്റൂ. വേറെ എന്തെങ്കിലും ജോലിയിലാണ് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളതെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾ എഴുതുക. അതായത് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് കാണിക്കാന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ടൈം ലൈനിൽ നിങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അത്യാവശ്യം കാര്യങ്ങൾ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എഴുതുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളൊരു ഏതെങ്കിലും ഒരു ATS ഫ്രണ്ട്ലി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് നോക്കുക. റെസ്യൂം വേർഡ് അല്ലെങ്കിൽ ജോബ് സ്കാൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കിയ റെസ്യൂം നിങ്ങൾക്ക് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അവർ പറഞ്ഞുതരും. എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി മാറ്റം വരുത്താനുള്ളത്, ഈ റെസ്യൂമിന്റെ സ്കോർ എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു 80+ സ്കോർ ആയിട്ടുള്ള റെസ്യൂം നിങ്ങളാക്കി വെക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്. ഇന്നത്തെ കാലത്ത് അത്യാവശ്യം എല്ലാവർക്കും പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ട്. അതായത് നിങ്ങൾ ചെയ്ത പ്രൊജക്ട് കാര്യങ്ങളൊക്കെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഒന്നുകിൽ നിങ്ങൾക്ക് പൈത്തണിൽ ചെയ്ത പ്രൊജക്റ്റ് ആണെങ്കിൽ GitHubൽ നിങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് അതിന്റെ ലിങ്ക് കൊടുക്കാം. ഇനി ഇതിനൊക്കെ അല്ല, ഇപ്പോൾ Power BI പ്രോജക്ട്സ് ഉണ്ടാവും, പൈത്തൺ പ്രോജക്ട്സ് ഉണ്ടാവും, SQL പ്രോജക്റ്റ് ഉണ്ടാവും. ഇതിനൊക്കെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ GitHub.io ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് യൂട്യൂബിൽ നോക്കി നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ, നിങ്ങളുടെ ചെയ്ത പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ എല്ലാ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ തരം ഇൻഡസ്ട്രിയിലുള്ള പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്ന അത്തരം എല്ലാ സ്കിൽസും വെച്ചിട്ടുള്ള, അതായത് SQL, പൈത്തൺ, അതുപോലെ തന്നെ Power BI അല്ലെങ്കിൽ ടാബ്ലോ അല്ലെങ്കിൽ Excel, ഇത്തരം സ്കിൽ സെറ്റ് ഒക്കെ വെച്ചിട്ടുള്ള പ്രൊജക്ട്സ് ആഡ് ചെയ്യാം. ഈ 2 കാര്യങ്ങളാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ. അപ്പോൾ ലിങ്ക്ഡിന്റെ കാര്യത്തിൽ ലിങ്ക്ഡിൻ അത്യാവശ്യം നിങ്ങൾ ഓപ്പൺ ടു വർക്ക് എന്നുള്ള ടാഗ് കൊടുക്കുക. അതുപോലെ തന്നെ ലിങ്ക്ഡിനിൽ നിങ്ങളുടെ പേര്, അതിന്റെ നെക്സ്റ്റ് ലൈൻ ആയിട്ട് ടാഗ് ലൈൻ ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് ഇന്റലിജൻസ് അനലിസ്റ്റ്, ഇങ്ങനെയുള്ള ടാഗ് ലൈൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ സയന്റിസ്റ്റ് ആണ് നോക്കുന്നതെങ്കിൽ ഡേറ്റ സയന്റിസ്റ്റ് എന്നുള്ള ടാഗ് ലൈൻ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ലിങ്ക്ഡിനിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ലിങ്ക്ഡിനിൽ നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോസ്റ്റുകൾ നിങ്ങൾ ഇടുക. അങ്ങനെ ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആവുക. ഇതൊരു പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിസിബിലിറ്റി കിട്ടും. ഒരുപാട് പേര്, മറ്റുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ പ്രൊജക്ട്സിനെ കുറിച്ചും ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ ലിങ്ക്ഡിൻ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. അതായത് നിങ്ങളുടെ ജോബിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഡേറ്റ അനലിസ്റ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണക്ട് ചെയ്യുക. ലിങ്ക്ഡിനിൽ അവരുമായിട്ട് ചാറ്റ് ചെയ്യുക, അവരുമായിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്യുക, അവരുടെ പ്രോജക്ട്സ് എങ്ങനെയാണെന്ന് അറിയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരോട് റെഫറലിന് ചോദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ജോലി നേടാം. അപ്പോൾ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇനി ഡാറ്റ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും, അതിലൊക്കെ ആഡ് ചെയ്യുക, അതിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിക്കുക. എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റയിൽ റിലേറ്റ് ആയിരുന്ന അല്ലെങ്കിൽ ഡേറ്റ പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും, അവരെ ഫോളോ ചെയ്യാം. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ, ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, പുതിയ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചിന്താമണ്ഡലം മൊത്തത്തിൽ ഈ ഒരു ഡേറ്റ അനലിറ്റിക്സ്, ഈ ഒരു ജോബ് അല്ലെങ്കിൽ ഈ ഒരു കരിയറിനെ കുറിച്ച് എത്തിക്കുക. അതിന് മെയിൻലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ സോഷ്യൽ മീഡിയ, അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ ആണെങ്കിലും എസ്പെഷ്യലി ലിങ്ക്ഡിൻ, ഇത്തരം കാര്യങ്ങളെ കൊണ്ട് നിറയ്ക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഒരു സൈഡിൽ, അതുപോലെ തന്നെ പ്രൊജക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ നെറ്റ്വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു ചിന്താമണ്ഡലത്തിൽ വരുമ്പോൾ ഓബിയസ്ലി നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ കിട്ടുകയും ഇത്തരം കാര്യങ്ങൾക്ക് വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ഒരു സംഭവങ്ങളൊക്കെ വരികയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ റെഡിയായതിനു ശേഷമാണ് നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഇനി അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം? നോർമലി നമുക്ക് ലിങ്ക്ഡിനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നൗക്കറി, അതുപോലെ തന്നെ ഇൻസ്റ്റാ ഹയർ, അതുപോലെ തന്നെ സിംപ്ലി ഹയർഡ്, ഇങ്ങനെയുള്ള വെബ്സൈറ്റ് ഒക്കെ കൂടുതലും ഫ്രഷേഴ്സിന് കാര്യങ്ങൾക്കൊക്കെ പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾ ഡേറ്റ അനലിസ്റ്റിൻ്റെ ആണെങ്കിലും ഡേറ്റ സയൻറ്റിസ്റ്റിൻ്റെ ആണെങ്കിലും എല്ലാ ജോബ് ഓപ്പർച്യൂണിറ്റി കാണുമ്പോഴും അതിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുക. അതും നിങ്ങളുടെ റെസ്യൂമും കാര്യങ്ങളൊക്കെ മാച്ച് ആവുന്നുണ്ടോ, അതിൽ പറഞ്ഞിരിക്കുന്ന സ്കിൽ സെറ്റും കാര്യങ്ങളൊക്കെ മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇനിയെല്ലാം നിങ്ങൾക്ക് അതിൽ സ്ലൈറ്റ് ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ മാച്ച് ആവുന്നുണ്ടെങ്കിൽ വീണ്ടും
വീണ്ടും നിങ്ങളുടെ റെസ്യൂം എഡിറ്റ് ചെയ്യുക, അതുമായി റിലേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക. അഗൈൻ നിങ്ങൾ ATS സ്കോർ ചെക്ക് ചെയ്യുക, എന്നിട്ടാണ് ഓരോ ജോബ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളൊരു ലിങ്ക്ഡിനിലേക്ക് ഇപ്പോൾ ഈസി അപ്ലൈ ഓപ്ഷൻ ഉണ്ട്, അത് ഒരുപാട് നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്തുകൊണ്ട് വലിയ കോൾസോ കാര്യങ്ങളൊക്കെ വരില്ല. കാരണം ഇതാണ്, അതായത് നിങ്ങളുടെ ആ ഒരു കമ്പനിയുടെ ജോബ് ഡിസ്ക്രിപ്ഷനും നിങ്ങളുടെ റെസ്യൂമും കാര്യങ്ങളൊന്നും മാച്ചിങ് അല്ല. അപ്പോൾ ഒരുപാട് അപ്ലിക്കേഷൻസ് വരും. അപ്പോൾ അത്രയും മാച്ചിങ് ആയിട്ടുള്ള അവർ ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രമേ അവരുടെ ATS സോഫ്റ്റ്വെയർ അവരുടെ മുന്നിലേക്ക് എത്തിക്കൂ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവരുടെ മുന്നിലേക്ക് എത്തുന്നത് പോലുമില്ല ഇങ്ങനെയുള്ള കേസിൽ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ATS ഫ്രണ്ട്ലി റെസ്യൂം ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ നൗക്കറിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ നൗക്കറിയിൽ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് റെസ്യൂം പ്ലസ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങളുടെ ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ സാലറി പാക്കേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ ആ ഒരു കാലഘട്ടം, എല്ലാ ദിവസവും രാവിലെ ഒരു 9 to 10 ആ ഒരു സമയത്ത് എപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ എഡിറ്റ് നൗക്കറി പ്രൊഫൈലിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ നൗക്കറിയുടെ അൽഗോരിതത്തിൽ മുമ്പിൽ വരും. കോൾസ് വരാനും നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ വിസിബിലിറ്റി കൂടാനും ഇത് ഉപകാരപ്പെടും. നൗക്കറിയിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിംപ്ലി ഹയർഡ് ഫ്രഷേഴ്സിന്, പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്സ് കമ്പനീസിൽ കൂടുതൽ ഹയറിങ്സ് വരുന്ന ഒരു വെബ്സൈറ്റാണ് സിംപ്ലി ഹയർഡ്. അതുപോലെ തന്നെ ഇൻസ്റ്റാ ഹയർ ഒക്കെ നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ തന്നെ ജസ്റ്റ് ബട്ടൺ ക്ലിക്കിൽ തന്നെ ഒരുപാട് അപ്ലിക്കേഷൻ നിങ്ങൾക്ക് അയക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ആരാണ് ഹയർ ചെയ്യുന്നത്, ഹയറിംഗ് മാനേജർ അതിൽ കാണിച്ചു തരും നിങ്ങൾക്ക്. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അവരുമായിട്ട് ലിങ്ക്ഡിനിൽ പോയിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാം. ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം, എൻ്റെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റാണിത്, ഇത് നിങ്ങളൊന്ന് നോക്ക്, ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇൻറ്റേൺ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരു എൻട്രി ലെവൽ പൊസിഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവർക്ക് മെസ്സേജ് അയക്കാം. ഇതാണ് ഒരു ഓപ്ഷൻ. പിന്നെ ഒരു ഓപ്ഷൻ എനിക്ക് കൂടുതലായിട്ട് വർക്കായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു ഡേറ്റ അനലിസ്റ്റ് ജോബ്സ് അറ്റ് ബാംഗ്ലൂർ നിങ്ങളൊരു സർട്ടൻ കീവേഡ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ തന്നെ ജോബ്സ് എന്നുള്ളൊരു ടാബ് ഉണ്ട്. നമ്മൾ ഇമേജസ് അതുപോലെ തന്നെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞുള്ള ടാബ് ഉണ്ടല്ലോ, അതുപോലെ ജോബ്സ് എന്നുള്ളൊരു ടാബ് ഉണ്ട്. ഈ ടാബിൽ നിങ്ങൾക്ക് ഒരുപാട് മറ്റുള്ള ജോബ് സൈറ്റിൽ അവർ ആഡ് ചെയ്യപ്പെട്ട ഓരോ ജോബ്സിനെ കുറിച്ചും അവിടെ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഓരോ ജോബ്സും ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതാണോ നോക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു കമ്പനി ലിങ്ക്ഡിനിൽ പോയി സെർച്ച് ചെയ്ത് ആ കമ്പനിയിലുള്ള റിക്രൂട്ടേഴ്സിനെ അല്ലെങ്കിൽ HR ടീമിനെ നിങ്ങൾ കണക്ട് ചെയ്യുക. എന്നിട്ട് അവരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ഇനി അവർ ചില HR ടീംസൊക്കെ ഡയറക്റ്റ് ജസ്റ്റ് ഒരു കണക്ഷൻ റിക്വസ്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല, അവർ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരു കണക്ഷൻ റിക്വസ്റ്റ് അടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളൊരു ജസ്റ്റ് ഒരു ഷോർട്ട്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ കണക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ഒരു ഷോർട്ട് മെസ്സേജും കൂടി അതിൻ്റെ കൂടി കൊടുക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യും പെട്ടെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് AI നോക്കിയിട്ട്, ChatGPT അല്ലെങ്കിൽ മറ്റുള്ള AI ടൂൾസ് നോക്കിയിട്ട് ചെറിയ രീതിയിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ ഒരാളോട് ലിങ്ക്ഡിനിൽ ഇങ്ങനെയുള്ള ഷോർട്ട് മെസ്സേജൊക്കെ കൊടുത്ത് അപ്രോച്ച് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ AI പറഞ്ഞുതരും. അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നേടാൻ പറ്റും. പിന്നെയുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തു ഒരു ഡെയിലി ഒരു 10 to 15 അപ്ലിക്കേഷൻസ് നിങ്ങൾ അയക്കുന്നു. അപ്പോൾ ഒരു 10 days കൊണ്ട് നിങ്ങൾക്ക് 100-ൽ പരം അപ്ലിക്കേഷൻസ് ആയിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് കോൾസ് വരാണ്. മേ ബി ഒരു below 10 കോൾസ് ആയിരിക്കും നിങ്ങൾക്ക് വരും. ഇത്തരം കോൾസ് വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്താ, നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കിട്ടും. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ഇരിക്കാൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം പ്രിപ്പയർഡ് ആയിട്ടാണ് വേണ്ട ഇരിക്കാൻ. അതായത് നിങ്ങളുടെ സ്കിൽ സെറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇപ്പോൾ SQL പൈത്തണൊക്കെ ആണെങ്കിൽ ഡെയിലി നിങ്ങൾ ഒരു സൈറ്റിൽ SQL പൈത്തണൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഹാക്കർ റാങ്ക് പോലെയുള്ള സൈറ്റിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻ്റർവ്യൂവിൽ ചോദിച്ചാൽ ടെക്നിക്കൽ സ്കിൽസ് കിട്ടും. അതുപോലെ തന്നെ എക്സലിലെ ഫോർമുലാസൊക്കെ പഠിച്ചു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത വർക്കിനെ കുറിച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോർട്ട്ഫോളിയോയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രോജക്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒരു യൂട്യൂബ് പ്രൈവറ്റ് വീഡിയോ ആയിട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം റിക്രൂട്ടേഴ്സിന് മനസ്സിലാവും. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു മേഖലയിൽ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കിട്ടും.
അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുക. ഇനി ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ, ഇനി ഇൻ്റർവ്യൂ പൊട്ടിയാൽ തന്നെ ഇമോഷണൽ ബാലൻസ് നന്നായിട്ട് ശരിയാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി കിട്ടും എന്നുള്ള ആ ഒരു ഉറപ്പിൽ തന്നെയാണ് കാണേണ്ടത്. അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ റീസൺസോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം എനിക്ക് ഈ ജോലി കിട്ടിയില്ല, അപ്പോൾ എൻ്റെ ജീവിതം എന്തോ ആയിപ്പോയി, അങ്ങനെയില്ല. ഇതൊരു പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ഒരു സെർട്ടൻ സ്റ്റേജ് ഓഫ് ലൈഫാണ്. നമ്മളിപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, ഇനി ജോലി കിട്ടിയവർ തന്നെ ഒരു 2 വർഷം കഴിയുമ്പോൾ വേറെ ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഫേസാണ്. അപ്പോൾ ഇതിനൊരു പ്രൊഫഷണൽ രീതിയിൽ മാത്രം കാണും. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും വീണ്ടും പ്രിപ്പയർ ചെയ്യാനുള്ള ആ ഒരു മെൻ്റൽ ബാലൻസ് കിട്ടും. ഇനിയെല്ലാം നിങ്ങൾ ഇമോഷണലി ഡൗൺ ആകുകയാണെങ്കിൽ, 1-2 ഇൻ്റർവ്യൂ ഒക്കെ പൊട്ടി ഇമോഷണലി ഡൗൺ ആകുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ടെക്നിക്കലി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ പുതിയ സ്കിൽസ് പഠിക്കാനുള്ള ആ ഒരു മോട്ടീവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇതിനെ ഒരു പ്രൊഫഷണലായിട്ട് കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇത്തരം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ജോബ് നേടാൻ പറ്റും.